ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകുമോ? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം ആക്കേണ്ടതില്ലെന്നും മറിച്ച് അത് അന്നും ഇന്നും എന്നും ഒരു ഹിന്ദു രാഷ്ട്രം തന്നെയാണ് എന്നാണ് RSS മേധാവി മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ. അപ്പോൾ അടുത്ത ചോദ്യം വരും, ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദു എന്ന പദം കൊണ്ട് RSS ഉദ്ദേശിക്കുന്നത്? അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ് മോഹൻ ഭാഗവത്. രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് മോഹൻ ഭാഗവതിനെ തേടി അപ്രതീക്ഷിതമായി ഒരു ചോദ്യം വരുന്നു. മുസ്ലിങ്ങൾക്ക് സംഘത്തിൽ ചേരാൻ അനുമതിയുണ്ടോ, അനുവാദമുണ്ടോ? തുടർന്ന് അദ്ദേഹം ആർക്കെല്ലാം RSSൽ ചേരാം, ആർക്കെല്ലാം RSS നിഷിദ്ധമാണെന്ന് കാര്യകാരണങ്ങൾ സഹിതം വ്യക്തമായി പറയുന്നു. സംഘത്തിൽ ഒരു ബ്രാഹ്മണനെയും അനുവദിക്കില്ല, സംഘത്തിൽ മറ്റൊരു ജാതിയെയും അനുവദിക്കില്ല, ഒരു മുസ്ലിമിനെയും അനുവദിക്കില്ല, ഒരു ക്രിസ്ത്യാനിയെയും സംഘത്തിൽ അനുവദിക്കില്ല, മറിച്ച് ഹിന്ദുക്കളെ മാത്രമേ അനുവദിക്കൂ. വീണ്ടും ഹിന്ദു. എന്താണ് ഹിന്ദു? ആരാണ് ഈ ഹിന്ദു? മോഹൻ ഭാഗവത് പറയുന്നത് തുടർന്ന് കേൾക്കുക. വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക്, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഏത് വിഭാഗക്കാർക്കും സംഘത്തിലേക്ക് വരാം, ഏത് ജാതിയിലുള്ളവർക്കും സംഘത്തിലേക്ക് വരാം. പക്ഷെ നിങ്ങളുടെ വേർതിരിവ് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. നിങ്ങളുടെ പ്രത്യേകത ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ശാഖയ്ക്കുള്ളിൽ വരുമ്പോൾ നിങ്ങൾ ഭാരത മാതാവിന്റെ മകനായി അല്ലെങ്കിൽ മകളായി ഈ ഹിന്ദു സമൂഹത്തിലെ അംഗമായി മാറുന്നു. രാജ്യമെമ്പാടും അഹിന്ദു എന്നൊന്നില്ല. എല്ലാ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ പൂർവികരുടെ പിൻഗാമികളാണ്. അവർക്ക് അത് അറിയില്ലെങ്കിൽ പോലും പക്ഷെ അവരെ ചില ശക്തികൾ അവരുടെ ഈ ഒരു പിൻഗാമികളെ പറ്റി അവരെ മറക്കാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നു. ഇതും അദ്ദേഹം പറഞ്ഞതാണ്. RSS ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. RSSന് രാഷ്ട്രനീതി മാത്രമേ ഉള്ളൂ എന്നും രാഷ്ട്രീയമില്ലെന്നും പറഞ്ഞ മോഹൻ ഭാഗവത് ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും RSSന്റെ തന്നെയാണെന്നും പറഞ്ഞു. രാഷ്ട്രത്തിന്റെ ഉന്നമനം മാത്രമാണ് RSSന്റെ ലക്ഷ്യമെന്നും ആ ദിശയിൽ സഞ്ചരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തങ്ങൾ പിന്തുണയ്ക്കുമെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു. ഹിന്ദു എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയ മോഹൻ ഭാഗവത് ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലൂടെ മാത്രമേ ലോകത്തിന് ധർമ്മജ്ഞാനം പകർന്നു നൽകുന്ന സമ്പന്നവും ശക്തവുമായ വിശ്വഗുരുവായിട്ടുള്ള ഒരു ഭാരതം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കുക എന്നതാണ് RSSന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറഞ്ഞ ഭാഗവത് തങ്ങൾ അതിനായി ഹിന്ദു സമൂഹത്തെ ഒരുക്കുകയാണ്. ആ ദർശനം പൂർത്തീകരിച്ചതിന് ശേഷം മറ്റൊന്നും തന്നെ തങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞു. ഇതോടെ RSS ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ പോകുന്നേ, ദളിതരെ അടിച്ചമർത്താൻ പോകുന്നേ, മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് കയറ്റിവിടാൻ പോകുന്നേ തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുടെ ഭീതി വ്യാപാരത്തിന് ഒരു വിരാമം ഇട്ടിരിക്കുകയാണ് മോഹൻ ഭാഗവത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.